കോൺഗ്രസിൽ ഇങ്ങനെ 4-5 വിദ്വാൻമാരുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ കടപൂട്ടി കയ്യിൽ കൊടുക്കും. പറഞ്ഞു വരുന്നത് സാം പിത്രോഡയെ കുറിച്ചാണ്. പതറി നിൽക്കുമ്പോൾ BJPക്ക് ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ നൽകി കരുത്തുപകരാൻ കൊട്ടേഷൻ എടുത്തയാളാണ് പിത്രോഡ അങ്കിൾ. ആദ്യഘട്ടത്തിൽ പ്രചാരണ രംഗത്ത് ഒരൽപ്പം പതറി നിന്ന BJPക്ക് അടിക്കാൻ വടി കൊടുത്തതുപോലെയായിരുന്നു സാം പിത്രോഡയുടെ ഇടപെടലുകൾ. 4ാം ഘട്ടത്തിൽ മോദിക്ക് ആഞ്ഞടിക്കാൻ ആയുധം നൽകി വീണ്ടും രംഗത്തെത്തിയത് കണ്ട് കോൺഗ്രസിനെ ഒരു കരയടുപ്പിക്കാൻ പാടുപെടുന്ന പാവൻ രാഹുൽജിയുടെ വരെ കണ്ണുതള്ളി. പഴയ കാര്യങ്ങൾ ഓർമ്മയിലുള്ളത് കൊണ്ട് കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് ഗാന്ധി കുടുംബം. സെൽഫ് ഗോളടിച്ചും മലർന്നു കിടന്നു തുപ്പിയും വിവാദങ്ങൾ ഉണ്ടാക്കിയ പിത്രോഡ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചെങ്കിലും കോൺഗ്രസിനുണ്ടാക്കിയ പരിക്ക് ചില്ലറയല്ല. അമേരിക്കയുടെയും ഇന്ത്യയുടെയും സാമ്പത്തിക വ്യവസ്ഥകളെക്കുറിച്ച് താരതമ്യം നടത്തിയ സാം പിത്രോഡയുടെ പ്രതികരണമായിരുന്നു മോദിക്ക് 2ാം ഘട്ടത്തിൽ വീണുകിട്ടിയ സുവർണാവസരം. അമേരിക്കയിലെ ഇൻഹെറിറ്റൻസ് ടാക്സിനെ കുറിച്ച് വാർത്താ ഏജൻസിയായ ANIക്ക് നൽകിയ അഭിമുഖത്തിൽ പിത്രോഡ നടത്തിയ പരാമർശത്തിൽ കയറിപ്പിടിച്ച മോദിയും BJPയും ന്യൂനപക്ഷ വിരുദ്ധ പ്രചാരണത്തിന് ഈ പ്രസ്താവന ഉപയോഗിക്കുകയായിരുന്നു. ഇന്ത്യയിൽ അമേരിക്കയിലെ പോലെ ഒരു നിയമമില്ലെന്നും 10 ദശലക്ഷം ആസ്തിയുള്ള ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിന്റെ മക്കൾക്കാണ് ആ 10 ദശലക്ഷവും ലഭിക്കുക, പൊതുജനങ്ങൾക്ക് ഒന്നും ലഭിക്കില്ല. ഇത്തരം പ്രശ്നങ്ങൾ ജനം ചർച്ച ചെയ്യേണ്ടതുണ്ട്. സമ്പത്തിന്റെ പുനർവിതരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പുതിയ നയങ്ങളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും സംസാരിക്കേണ്ടി വരും. അവ അതിസമ്പന്നരുടെയല്ല, ജനങ്ങളുടെ താല്പര്യത്തെ മുൻനിർത്തിയുള്ളതായിരിക്കും. സാം പിത്രോഡയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഇതിനു പിന്നാലെ സാം പിത്രോഡയുടെ പ്രചാരണായുധമാക്കി BJP രംഗത്തെത്തി. പിത്രോഡയുടെ പരാമർശത്തോടെ കോൺഗ്രസ് പൂർണ്ണമായും തുറന്നു കാട്ടപ്പെട്ടെന്നും ഇന്ത്യക്കാർ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ പണം കട്ടെടുത്ത് അത് നിയമപരമായ കൊള്ളയാക്കി മാറ്റാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചു. സമ്പത്ത് തട്ടിപ്പറിക്കുന്നവരെ വോട്ടർമാർ തിരിച്ചറിയണമെന്ന് BJP ആഹ്വാനം ചെയ്തു. ഇതോടെ പ്രതിരോധത്തിലായ കോൺഗ്രസ് സാം പിത്രോഡയെ തള്ളി രംഗത്തെത്തി. എങ്ങനെയാണ് ഇത്തരത്തിലൊന്ന് രാജ്യത്ത് നടപ്പിലാക്കാനാവുക എന്ന് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ചോദിച്ചു. ഇവിടെ ഒരു ഭരണഘടനയുണ്ട്. ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്യാൻ ഒരിക്കലും ഭരണഘടന അനുവദിക്കില്ല. എന്തിനാണ് പിത്രോഡയുടെ ആശയങ്ങൾ ഞങ്ങളുടെ വായിൽ തിരുകുന്നതെന്നും ഖാർഗെ ചോദിച്ചു. ആ ചോദ്യത്തിൽ പിത്രോഡയെ കയ്യിൽ കിട്ടിയാൽ ചവച്ചിറക്കാനുള്ളത്ര രോക്ഷമുണ്ടായിരുന്നു. ഖാർഗെ കാരണവരും രാഹുലും പ്രിയങ്കയുമെല്ലാം പെടാപ്പാടുപെടുന്നതിനിടെ ചറപറാന്ന് മുറുക്കിത്തുപ്പി നാറ്റിച്ചു കളഞ്ഞ പിത്രോഡ ചില്ലറ മുതലൊന്നുമല്ല. ഒടുവിൽ നെഹ്റു കുടുംബം സാം പിത്രോഡയോട് മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് കേൾക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പിത്രോഡ രാജിവെച്ച് ഒഴിയുന്നത്. പല ശരീരഘടനയും രൂപവുമുള്ള ആളുകൾ ഇന്ത്യയിൽ സഹോദര്യത്തോടെ ജീവിക്കുന്നതായും കിഴക്കുള്ളവരെ കാണാൻ ചൈനക്കാരെ പോലെയാണെന്നും പടിഞ്ഞാറുള്ളവർ അറബികളെ പോലെയാണെന്നും വടക്കുള്ളവർ വെള്ളക്കാരെ പോലെയും തെക്കുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയുമാണെന്നാണ് പിത്രോഡ മാമൻ നിരീക്ഷിച്ചു കളഞ്ഞത്. അതൊരു 2-2 നിരീക്ഷണമായി പോയെന്ന് അങ്ങേർക്ക് തന്നെ മനസ്സിലായത് വൈകിയാണ്. വംശീയവും ജനങ്ങളെ വിഭജിക്കുന്ന തരത്തിലുമുള്ള പരാമർശമാണ് രാഹുൽ ഗാന്ധി തന്റെ രാഷ്ട്രീയ ഗുരുവായി കാണുന്ന സാം പിത്രോഡയുടെ പരാമർശമെന്നാണ് BJP ആരോപിച്ചതോടെ കോൺഗ്രസിന് അടി വീണ്ടും കിട്ടിയത്. ഗാന്ധി കുടുംബം ആദ്യം മിണ്ടാതിരുന്നത് ഒരു കാരണമുണ്ട്. ഇന്നത്തെ രാഹുൽ ബ്രിഗേഡ് പോലെ രാജീവിന്റെ കാലത്തെ അദ്ദേഹത്തിന്റെ പ്രിയ സംഘത്തിൽ പ്രധാനിയായിരുന്നു സാം പിത്രോഡ. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് സാം പിത്രോഡയുടെ രംഗപ്രവേശം. ഒഡീഷയിൽ ജനിച്ച് ഗുജറാത്തിൽ വളർന്ന പിത്രോഡ 1964 അമേരിക്കയിലെത്തി. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ മാസ്റ്റർ ഡിഗ്രി എടുത്ത് വിവിധ കമ്പനികൾ പ്രവർത്തിച്ചു വരികയാണ് രാജീവ് ഗാന്ധി ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നത്. ടെലികോം സാങ്കേതിക രംഗത്ത് നിരവധി പേറ്റന്റുകൾ സ്വന്തമായിട്ടുണ്ടായിരുന്ന പിത്രോഡയെ ഇന്ത്യയിലേക്ക് വിളിച്ചു വരുത്തിയതിൽ രാജീവിന് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. ഇന്ത്യയിൽ ടെലികോം വിപ്ലവം നടക്കുന്ന സമയമായിരുന്നു അത്. മികച്ച സാങ്കേതിക വിദഗ്ധൻ തനിക്കൊപ്പം ഉണ്ടാകണമെന്ന് രാജീവ് ഗാന്ധിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ടെലികോം കമ്മീഷന്റെ സ്ഥാപക ചെയർപേഴ്സണായി രാജീവ് പിത്രോഡയെ നിയമിച്ചു. പ്രധാനമന്ത്രിയുടെ ടെക്നോളജി മിഷൻ ഉപദേഷ്ടാവായി സാം മാറി. പിന്നീട് അമേരിക്കയിലേക്ക് തിരിച്ചുപോയ അദ്ദേഹം മടങ്ങിയെത്തുന്നത് 2004 1ാം UPA സർക്കാരിന്റെ കാലത്താണ്. ഇങ്ങനെ രാജീവ് ഗാന്ധി ക്ഷണിച്ചു വരുത്തിയ ഈ മുതൽ 2019 കോൺഗ്രസിന് പണി കൊടുത്തിട്ടുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും സാം അങ്കിൾ കാരണം കോൺഗ്രസ് പ്രതിരോധത്തിലായിരുന്നു. എല്ലാ ദരിദ്ര കുടുംബങ്ങളും മിനിമം വേതനം ഉറപ്പാക്കുന്നതിനായി കൂടുതൽ നികുതി അടയ്ക്കാൻ മധ്യവർഗം തയ്യാറാക്കണം, സ്വാർത്ഥരാകരുത് എന്ന പരാമർശം അന്നും വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. 2023 രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ പിത്രോഡ നടത്തിയ പരാമർശത്തിന് എതിരെയും BJP രംഗത്തെത്തിയിരുന്നു. സാം പിത്രോഡയുടെ വാക്കുകളിൽ BJP കയറിപ്പിടിക്കുന്നതിന് പിന്നിലും മറ്റൊന്നുമല്ല, രാഹുൽ ഗാന്ധിയുമായുള്ള അദ്ദേഹത്തിന്റെ അടുപ്പമാണ്. രാഹുലിന്റെ രാഷ്ട്രീയ ഗുരുവാണ് സാം പിത്രോഡ എന്നാണ്
മോദി ആക്ഷേപിക്കുന്നത്. ഇങ്ങനെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം സാം അങ്കിൾ ഒരു വല്ലാത്ത ജ്ഞാനക്കുരുവായി പോയി എന്നും പറയാതിരിക്കാനാവില്ല. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണുതള്ളുന്ന കളക്ഷൻ, കണ്ണുതള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണുതള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും.